ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മലബാർ ക്ലാസിക് കിച്ചൺ. ഇന്ന് ഞാൻ തമിഴ്നാട്ടിലെ ഫേമസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയ പള്ളിപ്പാളയം ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. പള്ളിപ്പാളയം എന്ന പട്ടണത്തിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഡിഷാണിത്. നമ്മൾ സാധാരണ എല്ലുള്ളതും ഇല്ലാത്തതുമായ ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ട്. എന്നാൽ ഈ ഒരു ഡിഷിന് എല്ലുള്ള ചിക്കൻ മാത്രമേ ഉപയോഗിക്കാവൂ. അതുപോലെ മറ്റുള്ള ചിക്കൻ ഫ്രൈ റെസിപ്പീസ് അപേക്ഷിച്ച് വളരെ കുറഞ്ഞ സ്പൈസസ് മാത്രമേ ഇതിൽ ചേർക്കുന്നുള്ളൂ. റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജായ MCK864 ഫോളോ ചെയ്ത് അതിൽ നിങ്ങൾ ട്രൈ ചെയ്ത റെസിപ്പിയുടെ ഫോട്ടോസും നിങ്ങളുടെ പേരും സെൻഡ് ചെയ്യുക. ഞാനതെൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പേജിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. എന്നാൽ പിന്നെ പള്ളിപ്പാളയം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 300 ഗ്രാം ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലുള്ള പീസ് നോക്കിയെടുക്കുക. 15 ചെറിയുള്ളി തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി, 12 ഉണക്കമുളക് ഇതുപോലെ പകുതിയായി കട്ട് ചെയ്തത്, 5 തണ്ട് കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സി ജാറിലോട്ട് ചെറിയുള്ളി ചേർക്കുക, വെളുത്തുള്ളി ചേർക്കുക. ഇത് നന്നായി അരച്ചെടുക്കുക. ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഇതിൽ ഉണക്കമുളക് ചേർക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ചെറിയുള്ളി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് തേങ്ങാക്കൊത്ത് ചേർക്കാം. ഇതും നന്നായി മിക്സ് ചെയ്യുക. കറിവേപ്പില ചേർക്കുക. നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. നന്നായി യോജിപ്പിക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റൗ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി അടച്ചു വെച്ച് വേവിക്കുക. ഇനി ഇതൊരു 40 മിനിറ്റ് ചിക്കൻ നല്ല ഡ്രൈ ആവുന്നത് വരെ കുക്ക് ചെയ്യുക. ഇടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇത് നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് മല്ലിയില കൂടി തൂക്കിക്കൊടുക്കാം. അങ്ങനെ പള്ളിപ്പാളയം ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് പുറമേ നല്ല ക്രിസ്പിയാണ്. ചെറിയുള്ളി ചേർത്തത് കൊണ്ട് തന്നെ ഒരു വ്യത്യസ്തമായ ടേസ്റ്റ് ആണ് ഇതിന്. ഇതിൽ ചേർത്ത തേങ്ങാക്കൊത്ത് പോലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കഴിക്കുന്ന അതേ ഫീലാണ് നമുക്ക് തേങ്ങാക്കൊത്ത് കഴിക്കുമ്പോൾ കിട്ടുന്നത്. സ്പൈസ് പൗഡർ അധികമൊന്നും യൂസ് ചെയ്യാത്ത ടേസ്റ്റി ആൻഡ് ഈസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ ബൈ.